സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളുമായി 68 എപ്പിസോഡുകൾ ഇതിനകം നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ കേരള കർണാടക അതിർത്തി മുതൽ ഇങ്ങോട്ട് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള വീഡിയോകളാണ് ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കേരളത്തിലെ ദേശീയപാതയിൽ 6 വരി പ്രധാന പാതയും 2 വരികൾ വീതം സർവീസ് റോഡുകളുമുള്ള ദേശീയപാത 66-ന്റെ പണി പൂർത്തീകരിച്ച പ്രദേശമാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അഥവാ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ഫ്ലൈ ഓവർ മുതൽ ജില്ലാ അതിർത്തിയായ അരൂര് പാലം വരെയുള്ള പ്രദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് തീപിടുത്തവും പുക ശല്യവും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. അത്തരത്തിലുള്ള പുകപടലങ്ങളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അല്പം വൈകിപ്പോയതാണ്. പോയതായാലും തെളിഞ്ഞ ആകാശത്ത് നിന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പണി പൂർത്തീകരിച്ച പ്രദേശമാണ് എടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പ്രദേശമെന്ന് നമുക്ക് പറയാമെങ്കിലും നിലവിൽ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ വാഹന തിരക്കേറിയ പ്രദേശമാണ് കൊച്ചിയുടെ ഹൃദയഭാഗമായ ഈ ഒരു പ്രദേശം. ഇവിടങ്ങളിൽ ശരാശരി ഒരു ദിവസം 45,000-നും 50,000-നും ഇടയിൽ വാഹനങ്ങളാണ് കടന്നു പോകുന്നത് എന്നാണ് ഔദ്യോഗികമായ കണക്ക്. വരും വർഷങ്ങളിൽ ഇതിൻ്റെ തോത് വർദ്ധിക്കുകയും ഈ റോഡുകളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വാഹനപ്പെരുപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ആകാശപാതക്കുള്ള തയ്യാറെടുപ്പിലാണ് ദേശീയപാത അതോറിറ്റി. എടപ്പള്ളി മുതൽ അരൂർ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശങ്ങളിൽ നിലവിലുള്ള ദേശീയപാത താഴെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു എലിവേറ്റഡ് ഹൈവേ ആയിക്കൊണ്ട് 4-8 വരിയിലുള്ള ഒരാകാശപാതയാണ് ഈ പ്രദേശത്ത് ദേശീയപാത അതോറിറ്റി പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു പാത വരുന്നതോടുകൂടി കൊച്ചിയുടെ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം നിലവിലുള്ള ഈ ഒരു റോട്ടിലേക്ക് പ്രധാനപ്പെട്ട 4ഓളം ദേശീയപാതകളാണ് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇതിലേക്ക് കൂടിച്ചേരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനാവശ്യമായ ദീർഘകാല പദ്ധതികൾ അഥവാ ദീർഘകാല പ്ലാനോട് കൂടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കൽ അനിവാര്യമാണ് എന്ന് സംശയമില്ല. ഏതായിരുന്നാലും നമ്മുടെ വളരെ അടുത്ത കാലത്ത് അഥവാ നമുക്കറിയാം ഏകദേശം ഒരു 7-8 വർഷം മുമ്പാണ് ഈ പ്രദേശങ്ങളിലുള്ള പാലാരിവട്ടം പാലം അടക്കമുള്ള പാലങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മറ്റുള്ള വിഷയങ്ങളുമൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന വിഷയങ്ങളുമാണ്. ഏതായിരുന്നാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനത്തിരക്കേറിയ കേരളത്തിലെ ഒരു മെട്രോ സിറ്റി എന്നുള്ള നിലക്ക് ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ദീർഘകാല വീക്ഷണത്തോടു കൂടി തന്നെ ചെയ്യുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം. ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ കേരള ചരിത്രത്തിലേറെ കുപ്രസിദ്ധി നേടിയ പാലാരിവട്ടം പാലത്തിന് മുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ വാഹനത്തിരക്കേറിയ കൊച്ചി ടൗണിൽ പാലാരിവട്ടം സിഗ്നൽ പോലെയുള്ള പ്രധാന സിഗ്നലുകളിൽ മണിക്കൂർ കണക്കിന് വാഹനങ്ങൾ കാത്തുകെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടുത്തെ ഗതാഗതക്കുരുക്ക് കഴിക്കുന്നതിന് വേണ്ടി മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്പീഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലാരിവട്ടം പാലമടക്കമുള്ള ഏതാനും പാലങ്ങൾ നിർമ്മാണ അനുമതി നൽകിയത്. ഏതാണ്ട് 442 മീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ നിർമ്മാണം 2014
സെപ്റ്റംബർ 1 ആരംഭിക്കുന്നത്. ഏതാണ്ട് 42 കോടിയായിരുന്നു പാലാരിവട്ടം പാലത്തിൻ്റെ നിർമ്മാണ ചെലവ്. കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ദേശീയപാതയുടെ ഭാഗമായിട്ടാണ് പാലാരിവട്ടം പാലം വരുന്നതെങ്കിലും കേന്ദ്ര അനുമതികളുടെ കാലതാമസവും മറ്റും കണക്കിലെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഫണ്ട് ചെയ്താണ് ഈ പാലം നിർമ്മിക്കുന്നത്. കേരള റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷനാണ് പാലാരിവട്ടം പാലത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചിരുന്നത്. RDX പ്രോജക്റ്റ് എന്ന കമ്പനിയായിരുന്നു നിർമ്മാണ കരാർ നേടിയിരുന്നത്. 2014 നിർമ്മാണം ആരംഭിച്ച് 2016 നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും 2016 മെയ് മാസത്തോടുകൂടി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് മാറി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF ഗവൺമെന്റ് അധികാരത്തിൽ വരികയും 2016 ഒക്ടോബർ 12 പാലാരിവട്ടം പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷത്തിനകം തന്നെ പാലാരിവട്ടം പാലത്തിൽ കുഴികൾ രൂപപ്പെടാൻ തുടങ്ങി. ഇത് സംബന്ധമായി 2017 ജൂലൈ മാസത്തിൽ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരന് പരാതി സമർപ്പിക്കുകയും പരാതിയിൽ വിശദമായി അന്വേഷണം നടത്താൻ ബന്ധപ്പെട്ട ഏജൻസികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണം നടത്തിയ കേരള റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന തരത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. എങ്കിലും 2018 പാലാരിവട്ടം പാലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അപകടകരമായ രീതിയിലുള്ള വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് പാലാരിവട്ടം പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മദ്രാസ് IITയെ ചുമതലപ്പെടുത്തി. 2019 മാർച്ച് മാസത്തോടുകൂടി മദ്രാസ് IIT ഇത് സംബന്ധമായ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. ഡിസൈനിങ്ങിൽ മുതൽ നിർമ്മാണത്തിൽ വരെ ഗുരുതരമായ പിഴവുകളാണ് മദ്രാസ് IIT കണ്ടെത്തിയത്. തുടർന്ന് 2019 മെയ് മാസത്തോടുകൂടി പാലാരിവട്ടം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. നിർമ്മാണം കഴിഞ്ഞ് 3 വർഷത്തിനിടക്കുണ്ടാകുന്ന എല്ലാ തകരാറുകൾക്കും കരാറെടുത്ത് കമ്പനി തന്നെയാണ് ഉത്തരവാദി എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ RDS പ്രോജക്റ്റ് തന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പദ്ധതിയുടെ മേൽനോട്ടത്തിനായി മെട്രോമാൻ E. ശ്രീധരനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അതടിസ്ഥാനത്തിൽ പാലത്തിന്റെ പരിശോധന നടത്തിയ E. ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം 2019 ജൂലൈ ആദ്യ വാരത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. പാലത്തിന്റെ സ്പാനുകളിലും ഗ്രൈഡറുകളിലുമുള്ള വിള്ളലുകളടക്കം വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ് E. ശ്രീധരന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. നിലവിലുള്ള സാഹചര്യത്തിൽ പാലം താൽക്കാലിക അറ്റകുറ്റപ്പണി മാത്രം നടത്തുകയാണ് എങ്കിൽ 10-20 വർഷം മാത്രമേ പാലത്തിന് ആയുസ്സുണ്ടാവുകയുള്ളൂ എന്നും പൂർണ്ണമായും ഗതാഗത സജ്ജമായ രീതിയിൽ ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് പാലം നിലനിൽക്കണമെങ്കിൽ പൊളിച്ചു പണിയണമെന്നുമായിരുന്നു E. ശ്രീധരന്റെ റിപ്പോർട്ട്. തുടർന്ന് DMRCയുടെ അഥവാ E. ശ്രീധരന്റെ മേൽനോട്ടത്തിൽ ഊരാലുങ്കൽ കമ്പനിയാണ് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത്. ഏതാണ്ട് 19 കോടിയോളം രൂപ ചെലവ് വരുന്ന രീതിയിൽ 5 മാസവും 10 ദിവസവും എടുത്താണ് പഴയ പാലം ഏതാണ്ട് ഒരു 70% പൊളിച്ചു നീക്കി പുതിയ പാലാരിവട്ടം പാലം പണിതതും ഇന്നത്തെ രീതിയിലുള്ള പുതിയ പാലാരിവട്ടം പാലമായി മാറിയതുമെന്നാണ് പാലാരിവട്ടം പാലത്തിൻ്റെ ചരിത്രം. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിജിലൻസ് അന്വേഷണങ്ങളും മറ്റും നടക്കുകയും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കളും കരാർ കമ്പനിയുടെ ഉടമകളും ജീവനക്കാരുമൊക്കെ നിയമ നടപടികളും അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ടുവെങ്കിലും അത്തരം വിഷയങ്ങളിലേക്ക് നമ്മുടെ ഈ ചർച്ച നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. തീർത്തും അത് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ കേരളത്തിലെ
ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവഴി കടന്നു പോകുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാനുള്ള കാര്യങ്ങൾ.
എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശമായ അരൂർ പാലത്തിനടുത്തെത്തുന്നതോടുകൂടി ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്ന പ്രദേശം അല്ലാത്തതുകൊണ്ട് തന്നെ കാര്യമായ മറ്റു വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്തതിനാലാണ് പല സ്ഥലങ്ങളിലും വോയിസ് ഓവർ ഒഴിവാക്കിയത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തണമെന്നും ചാനലിലെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്നും മറ്റു സുഹൃത്തുക്കളിലേക്കുമൊക്കെ ചാനലിനെ ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ എറണാകുളം ജില്ല കൂടി ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് കിടക്കുകയാണ്. അരൂർ മുതൽ തുടർന്ന് അങ്ങോട്ട് തെക്ക് ഭാഗത്തേക്കുള്ള ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.